ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ മിറാസോളിനെതിരെയുള്ള മത്സരത്തിൽ സാന്റോസ് സമനില വഴങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. മത്സരത്തിൽ നെയ്മർ ഒരു അസിസ്റ്റ് സ്വന്തമാക്കിയിരുന്നു. ഒരു വനിതാ റഫറി ആയിരുന്നു ഈ മത്സരം നിയന്ത്രിച്ചിരുന്നത്. കൃത്യമായി പറഞ്ഞാൽ എഡിന ആൽവസ് എന്ന ഒരു വനിതാ റഫറിയാണ് ഈ മത്സരം നിയന്ത്രിച്ചത്. ഈ മത്സരത്തിനിടെ നെയ്മർ ജൂനിയർ ഈ റഫറിയെ കേട്ടാലറക്കുന്ന ഭാഷയിൽ തെറി വിളിച്ചിട്ടുണ്ട്. രൂക്ഷമായ ഭാഷയിലാണ് നെയ്മർ ജൂനിയർ ഈ വനിതാ റഫറിയോട് പെരുമാറിയിട്ടുള്ളത്. ഒരു ഫൗൾ വിളിക്കാത്തതിൻ്റെ പേരിലാണ് ഈ റഫറിയും നെയ്മർ ജൂനിയറും തമ്മിൽ തർക്കിച്ചിട്ടുള്ളത്. മാത്രമല്ല, വലിയ മോശമായ രൂപത്തിലുള്ള തെറിവിളികൾ നെയ്മർ ജൂനിയർ അവിടെ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നു. മാത്രമല്ല, ലിപ്രീഡ് അടക്കമുള്ള കാര്യങ്ങളും പുറത്തേക്ക് വന്നു. ഇതിൻ്റെ പേരിൽ വലിയ ഒരു വിവാദം ബ്രസീലിൽ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, STJD പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് ഓഫീസ് ഇതിൽ ഇടപെട്ടു. അന്വേഷണം നടക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 258 പ്രകാരം നെയ്മർ ജൂനിയർ ഇക്കാര്യത്തിൽ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയാൽ ഒരു ശിക്ഷാ നടപടി അദ്ദേഹത്തിന് നേരിടേണ്ടി വരും. 6 മത്സരങ്ങളിൽ വരെ അദ്ദേഹത്തിന് വിലക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം പുരുഷ റഫറിമാരെ തെറി വിളിക്കുന്നത് പോലെയല്ല വനിതാ റഫറിമാരെ തെറി വിളിക്കുന്നത്. അത് ഒരൽപ്പം ഗുരുതരമാണ്. കഠിന ശിക്ഷകൾ ഏറ്റുവാങ്ങേണ്ടി വരും എന്നുള്ളതാണ്. ഏതായാലും ഇതിൽ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയാൽ നെയ്മർക്ക് 6 മത്സരങ്ങളിൽ വരെ വിലക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രോസിക്യൂട്ടേഴ്സ് ഓഫീസ് ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ വിധിക്ക് വേണ്ടിയാണ് നെയ്മറുടെ ക്യാമ്പ് ഇപ്പോൾ കാത്തിരിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീമെ കൊണ്ട് കാണാം.